ഹായ് ഫ്രണ്ട്സ്, കേരളത്തിലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോളേജിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട കോഴ്സ് ഇത് നേടുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇതിനു വേണ്ടി നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്ന ഒത്തിരി വഴികളുണ്ട്. അതിൽ പ്രധാനമായും 4 വഴികളും കൂടെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്ന 5-ാമത്തെ കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്നാമത്തേത്, നിങ്ങൾക്ക് കേരളത്തിൽ പഠിക്കുക എന്നാണ് ലക്ഷ്യമെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 യൂണിവേഴ്സിറ്റികളിലും പുറമെ കേരളത്തിലെ വ്യത്യസ്ത ഓട്ടോണമസ് കോളേജുകളിലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒഴികെ ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റി കീഴിലും ഓട്ടോണമസ് കോളേജസ് ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സീറ്റ് കമ്പാരിറ്റീവ്ലി മാർക്ക് കുറവുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടുമെന്ന് ഭയമുണ്ടാവും. എന്നാൽ നല്ല മാർക്കുള്ള കുട്ടികൾ 98% എബോവ് മാർക്കൊക്കെ ഉള്ള കുട്ടികൾ ഒട്ടും ഭയക്കേണ്ട, ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടും. എന്നാൽ അത് വളരെ കുറച്ച് കുട്ടികൾക്കേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്കും അവർക്ക് കോളേജും കോഴ്സും ഒക്കെ ഇഷ്ടപ്പെട്ടതായി മനസ്സിലുണ്ടാവും. അങ്ങനെയുള്ള കോളേജ് സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ പ്രയോഗിക്കേണ്ട വഴികളാണ്. ഒന്നാമത്തേത്, നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി കീഴിലുള്ള ആദ്യം രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്ത് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജസും കോഴ്സസും ഒക്കെ ഓപ്ഷനായിട്ട് മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുക. അങ്ങനെ ജനറൽ മെറിറ്റിലൂടെ അങ്ങനെ ഓപ്ഷൻ കൊടുത്ത് ജനറൽ മെറിറ്റ് സീറ്റിലൂടെ നമുക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് നോക്കാം. മാർക്ക് കുറഞ്ഞവരാണെങ്കിൽ ജനറൽ മെറിറ്റിലൊക്കെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ രണ്ടാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിയാണ്, കേരളത്തിലെ എല്ലാ മാനേജ്മെൻറ്റ് എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജുകളിലും കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നൊരു കോട്ടയുണ്ട്. കമ്മ്യൂണിറ്റി കോട്ട ഗവൺമെൻറ് കോളേജിൽ ഇല്ല. ഗവൺമെൻറ് കോളേജിൽ മെറിറ്റ് സീറ്റ് മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിറ്റി കോട്ട ഇല്ല. എന്താണ് കമ്മ്യൂണിറ്റി കോട്ട? നമ്മുടെ കോളേജ് മാനേജ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി, അവർ പ്രതിനിധാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ആപ്ലിക്കേഷനും അതോടൊപ്പം അവർക്ക് റാങ്ക് ലിസ്റ്റും തയ്യാറാക്കി പ്രത്യേകമായി അഡ്മിഷൻ നടത്തുന്നതാണ് കമ്മ്യൂണിറ്റി കോട്ട. അത് NSSൻ്റെ ആണെങ്കിൽ നായർ നമ്പ്യാർ കാറ്റഗറിയിൽപ്പെട്ടവർക്ക്, അതേസമയം SN കോളേജ് ആണെങ്കിൽ OBC കാറ്റഗറിയിൽപ്പെട്ടവർക്ക്, അതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട MES പോലുള്ള സബ്സിഡി പോലുള്ള സ്ഥാപനമാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയിലാണോ നമ്മുടെ SSLC ബുക്കിൽ ഏതാണോ നമ്മുടെ കമ്മ്യൂണിറ്റി കാസ്റ്റ്, അത്തരത്തിലുള്ള അതിനെ പ്രതിനിധാനം ചെയ്യുന്ന അതേ മാനേജ്മെൻറ്റിൽപ്പെട്ട എയ്ഡഡ് കോളേജിൽ ഗവൺമെൻറ് ഫീസിൽ തന്നെ പഠിക്കാൻ വേണ്ടി, അതായത് ജനറൽ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് അതിനേക്കാൾ കുറവ് മാർക്കാണെങ്കിലും തൊട്ടടുത്ത പ്രിഫറൻസ് നമുക്ക് കൊടുക്കാവുന്നതാണ് കമ്മ്യൂണിറ്റി കോട്ട. ഗവൺമെൻറ് കോളേജിൽ കോട്ടയില്ല. അതുകൊണ്ട് എയ്ഡഡ് കോളേജുകളിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ പരിഗണിക്കണമെങ്കിൽ ആദ്യം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ജനറൽ മെറിറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. കൂടെ കമ്മ്യൂണിറ്റി കോട്ട. ചില കോളേജുകൾ സെപ്പറേറ്റ് ഗൂഗിൾ ഫോം ഇടാറുണ്ട്, ചില കോളേജുകൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ വാങ്ങാറുണ്ട്, ചിലവർ ഓൺലൈനായിട്ട് തന്നെ ആപ്ലിക്കേഷൻ വിളിക്കാറുമുണ്ട്. അത് കോളേജുമായി പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് യൂണിവേഴ്സിറ്റി കോമൺ ആയിട്ടല്ല ആപ്ലിക്കേഷൻ വിളിക്കുന്ന, ഓരോ കോളേജസും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വിളിക്കും. അവിടെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് ഓർഡറിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി കോളേജുകൾക്ക് കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ ആപ്ലിക്കേഷൻ വിളിക്കുന്നത് കോളേജസാണ്. അവിടെ അപ്ലൈ ചെയ്തവരുടെ മാത്രം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് യൂണിവേഴ്സിറ്റി അവർക്ക് കൊടുക്കുന്നു. അതിൽ നിന്നും ഹൈ മാർക്കുള്ളവർക്കാണ് കിട്ടുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട രണ്ടാമത്തെ വഴിയാണ്. മൂന്നാമത്തേത്, എന്നിട്ടും നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, ഒരേ A+ ഇല്ല എങ്കിൽ പോലും, നിങ്ങൾ പാസ്സായിട്ടേ ഉള്ളൂ എങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്തിരി സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ ഉറപ്പിക്കാം. ഗവൺമെൻറ് കോളേജിൽ മാനേജ്മെൻറ്റ് സീറ്റില്ല. കേരളത്തിലെ എല്ലാ എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് എയ്ഡഡ് കോളേജിൽ ഗവൺമെൻറ് ഫീസ് തന്നെയാണ്. ഈ കോളേജുകളിലെല്ലാം മാനേജ്മെൻറ്റ് സീറ്റുണ്ട്. നിങ്ങളുടെ മാർക്ക് വളരെ കുറവാണെങ്കിൽ, ഒരു A+ ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് സാമ്പത്തികപരമായി ഇത്തിരി സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ മാനേജ്മെൻറ്റ് സീറ്റിൽ എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജിൽ അഡ്മിഷൻ, ഇഷ്ടപ്പെട്ട കോഴ്സിൽ തന്നെ അഡ്മിഷൻ ഉറപ്പിക്കാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ, അതായത് നമ്മുടെ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം. ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനുശേഷം നിങ്ങൾ അതാത് മാനേജ്മെൻറ്റ് ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് അവിടെ എത്തി നേരിൽ കണ്ട് ചിലപ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നിട്ട് അവിടെ മാനേജ്മെൻറ്റ് സീറ്റിൽ അവരുടെ മാനേജ്മെൻറ്റ് താല്പര്യത്തിനനുസരിച്ച്, ചില മാനേജ്മെൻറ്റ് മാർക്ക് നോക്കും, ചിലവർ അവരുടെ താല്പര്യം സാമ്പത്തികം അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും. എന്തായാലും ഇത്തിരി സാമ്പത്തികമായിട്ട് നമുക്ക് സപ്പോർട്ട്
ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് പ്രത്യേക സീറ്റിന് പൈസ വാങ്ങും. അതിന് പുറമെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഫീസും അടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായിട്ട് ഇത്തിരി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടും മടിക്കേണ്ട, നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് ഉറപ്പിക്കാവുന്നതാണ്. എൻ്റെ ഒരു അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ എത്ര സീറ്റ് ഉണ്ടോ അത്ര തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിലും ഓരോ കോഴ്സിനും സീറ്റ് ഉണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ഒരു വഴിയിലൂടെയും ഇഷ്ടപ്പെട്ട കോളേജ് കോഴ്സ് ഉറപ്പിക്കാവുന്നതാണ്. 4ാമത്തെ വഴി സ്പോർട്സ് കോട്ട. അതായത് സ്പോർട്സിൽ കഴിവ് തെളിയിച്ച കുട്ടികളാണ് നിങ്ങൾ +2 തലത്തിൽ ജില്ല അല്ലെങ്കിൽ അതോടൊപ്പം അതിന് മുകളിലേക്ക് സംസ്ഥാന തലത്തിൽ നാഷണൽ ലെവൽ അല്ലെങ്കിൽ ജില്ലാ തലത്തിലൊക്കെ കഴിവ് തെളിയിച്ചവരാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും സ്പോർട്സ് കോട്ടയിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സ്പോർട്സ് കോട്ടയ്ക്ക് സെപ്പറേറ്റ് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുള്ള കുട്ടികൾക്കും അപ്ലൈ ചെയ്യുകയും അവരുടെ മാത്രം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ഓരോ കോളേജിലേക്കും സെലക്ഷൻ നടത്താറുണ്ട്. അത് ഈ ഒരു സ്പോർട്സ് സർട്ടിഫിക്കറ്റ് പ്രൂവ് ചെയ്യാൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ ഈ 4ാമത്തെ വഴിയിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. 5ാമതായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ അഡ്മിഷൻ ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അത് ഗവൺമെൻറ് കോളേജ് ആവട്ടെ, സെൽഫ് ഫിനാൻസിങ് കോളേജ് ആവട്ടെ, എയ്ഡഡ് കോളേജ് ആവട്ടെ, ഏത് കോളേജ് ആണെങ്കിലും നിങ്ങൾക്ക് മാർക്കിന് പുറമെ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന എല്ലാ ക്രെഡിറ്റ് എക്സ്ട്രാ ഇൻഡെക്സ് മാർക്കിലേക്ക് പരിഗണിക്കുന്ന എക്സ്ട്രാ പോയിൻ്റ് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അർഹതയുള്ളവരാണ്, സർട്ടിഫിക്കറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ആ സർട്ടിഫിക്കറ്റും കയ്യിൽ വെക്കുക. ഉദാഹരണമായി EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ ഡിഫൻസ് പേഴ്സൺസിൻ്റെ ആശ്രിതരാണെങ്കിൽ, അതുപോലെ ഭിന്നശേഷിക്കാരായ കുട്ടികളാണെങ്കിൽ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികൾക്ക് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ തയ്യാറാക്കിയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളാണെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ, +2 തലത്തിൽ നിങ്ങൾ അത്തരത്തിലുള്ള ആനുകൂല്യം എൻജോയ് ചെയ്തവരാണെങ്കിലൊക്കെ നിർബന്ധമായും ആ കാര്യവും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇതൊക്കെ നമ്മുടെ അഡ്മിഷൻ ഉറപ്പിക്കുന്നതിനല്ലേ, അഡ്മിഷൻ നിർബന്ധമായും കിട്ടുന്നതിന് വേണ്ടി. അതുപോലെ സോഷ്യലി ഇക്കണോമിക്കലി വീക്കർ കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ, SC/ST കാറ്റഗറിയിൽപ്പെട്ടവർ, OEC കാറ്റഗറിയിൽപ്പെട്ട, ഇങ്ങനെ വിദ്യാഭ്യാസ ആനുകൂല്യം കിട്ടത്തക്ക വിധത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ബെനിഫിറ്റ് കിട്ടുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് വെയിറ്റേജ് ഉണ്ട്, പ്രത്യേകിച്ച് സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജനറൽ മെറിറ്റ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ളവർക്ക് സെപ്പറേറ്റ് SC/ST EWS അങ്ങനെ സെപ്പറേറ്റ് റിസർവേഷൻ വരാറുണ്ട് ചില കാറ്റഗറിയിൽപ്പെട്ടവർക്കൊക്കെ. അതൊക്കെ നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് മനസ്സിലാക്കി നമുക്ക് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അർഹതപ്പെട്ട നമ്മുടെ SSLC ബുക്ക് പ്രകാരം, SSLC സർട്ടിഫിക്കറ്റ് പ്രകാരം അർഹതയുള്ള എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്ന എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക, സർട്ടിഫിക്കറ്റും വയ്ക്കുക.